സർക്കാരിന്റെ എല്ലാ വാദങ്ങളും തെറ്റാണെന്ന് തെളിഞ്ഞിരിക്കുക. ഞങ്ങൾ തുടക്കം തൊട്ട് ഇവിടെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക എത്രയും പെട്ടെന്ന് റെസ്ക്യൂ നടക്കണം. ഇവിടെ സംശയമുണ്ട്. എൻ്റെ അടുത്ത് ഒരു കുട്ടി വന്ന് പറഞ്ഞു, അമ്മ ബാത്റൂമിൽ പോയെന്ന് പറഞ്ഞു പോയാൽ പിന്നെ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞായിരുന്നു. നമുക്കറിയില്ല എന്താ സാഹചര്യം. റെസ്ക്യൂ നടക്കട്ടെ, പക്ഷേ ഇതേപോലെ ആളൊഴിഞ്ഞ കെട്ടിടം എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വിചാരിക്കേണ്ട. ഞങ്ങൾക്ക് ഇവിടെ റെസ്ക്യൂ നടക്കണം, അതിനാണ് പ്രാധാന്യം. ആ റെസ്ക്യൂ നടക്കട്ടെ. വീണ്ടും ഇത് ഉന്നയിക്കാൻ പോവുക, യാതൊരു സംശയവുമില്ല. ഇത് ആൾക്കാരെ പറ്റിക്കാന്ന് വിചാരിക്കേണ്ട, ആരുമില്ല എന്ന് പറഞ്ഞു. ഞാനവിടെ കാഷ്വാലിറ്റി പോയി ഒരു കുട്ടിയോട് സംസാരിച്ചു. കുട്ടിക്ക് ഇപ്പോൾ ഓപ്പറേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. കുട്ടി പറഞ്ഞു ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സംഭവിച്ചതാണ് പറഞ്ഞത്. പിന്നെ എങ്ങനെ ഇങ്ങനെ തെറ്റായ വാർത്തകൾ വരുത്താൻ ശ്രമിക്കുന്നത്? ഇത് ശരിയായ ഒരു കാര്യമല്ല. അതിന് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ സമയം ഒന്നും പറയുന്നില്ല. പക്ഷേ ഈ റെസ്ക്യൂ നടക്കട്ടെ. ഇനിയും എന്തെങ്കിലും കാഷ്വാലിറ്റി ഉണ്ടോ, ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കട്ടെ. അതിനൊരു തടസ്സവുമില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്ന് ചോദ്യം ചോദിച്ചതാണ്, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു? 1.5 മണിക്കൂർ കഴിഞ്ഞു, എന്തുകൊണ്ട് റെസ്ക്യൂ താമസിക്കുന്നു എന്നുള്ള ചോദ്യം ഞങ്ങൾ ചോദിച്ചതാണ്. അതേപോലെ ചോദ്യങ്ങൾ പൊതുപ്രവർത്തകർ എല്ലാ പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ട്. ആരും ഞങ്ങൾ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല. പൊതുപ്രവർത്തകർ ഇവിടെ വന്നിരിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് അറിയാനാ. നമുക്ക് പുറത്തു പോയ ഒരു ലേഡിയാണെന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അതിന് അന്വേഷണം നടക്കട്ടെ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അത് ഇവർക്ക് രഹസ്യമായ ഇൻഫർമേഷൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. ഞാനിപ്പോൾ ആ കുട്ടിയോട് സംസാരിച്ചപ്പോൾ അങ്ങനെ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, അമ്മ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. നമുക്കറിയില്ല, ആരാണെന്ന് അറിയില്ല, എന്താ സാഹചര്യം എന്ന് അറിയത്തില്ല. അതിലേക്ക് എത്തട്ടെ. വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, എത്ര മണിക്കൂർ വൈകി? അവിടുന്ന് ആളെ എടുക്കുവാൻ വേണ്ടി എത്ര സമയം എടുത്തു? ആര് ഉത്തരവാദിത്വം പറയും? അതറിയില്ല. അത് ആ റെസ്ക്യൂ വർക്ക് നടക്കട്ടെ.